friends, welcome to Channel. ഹായ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണ്. അവർ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വിഷമിച്ചിരിക്കുകയല്ലേ, അപ്പം നമുക്ക് അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു സ്മൈലി ഉണ്ടാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒരു സ്മൈലി വരട്ടെ. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ കൊണ്ട് സ്മൈലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതായത് പൊട്ടറ്റോ സ്മൈലി. ഓക്കെ, നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന കോൺഫ്ലോർ, നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ റസ്ക് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന കോൺഫ്ലേക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് പൊടിച്ചെടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി സ്വല്പം ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ പെപ്പർ പൗഡറോ മസാലകളോ എന്ത് വേണം നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് അധികം എരിവൊന്നും ചേർക്കുന്നില്ല. ഇത്രയാണ് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയോ എന്ത് വേണം ചെയ്യാം. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതാ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ ഒട്ടും കട്ട വരത്തില്ല. അഥവാ കട്ട വരുവാണെങ്കിൽ കൈ കൊണ്ട് നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇത് ഫുള്ളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. കൈ പോവല്ലേ, വലുത് തരാം. മോനും കൂടെ ചെയ്യണമെന്ന്, മോനെ കൂടെ ഒന്ന് ചെയ്യിച്ചേക്കാം. മോനിക്ക് വേണ്ടിയുള്ള പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാനല്ലോ, അപ്പം മോനെ ഹെൽപ്പ് ചെയ്യാമെന്ന്. കൈ പോവല്ലേ. നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ബ്രെഡ് ക്രംസ് ഇടുകയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂണേ ഉള്ളൂ. നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്ന കോൺഫ്ലോർ ഇല്ലെങ്കിൽ റൈസ് പൗഡർ ആണ്ടും ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂണുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ. ഇതിന് പകരം നമുക്ക് നമ്മുടെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് സോൾട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെക്കുവോ? നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്തെങ്കിലും കട്ട ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിത് ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അറിയാമല്ലോ, അപ്പോൾ അതങ്ങ് പൊടിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് പൊടിച്ച് എടുക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നമ്മളിപ്പം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് കുഴച്ച് ശരിയായിട്ടില്ല. നമ്മളിത് കണ്ടോ, നമ്മുടെ കയ്യെല്ലാം നന്നായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ കയ്യെ പറ്റാൻ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുകയല്ലേ, അതുപോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അല്പം കോൺഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി, അധികം കൂടുതലിടണ്ട. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആദ്യം ഒത്തിരി ചേർക്കാൻ നമുക്കിത് കൂടിപ്പോവല്ലോ, നമുക്ക് കുറവാണെങ്കിൽ പിന്നെയും ചേർക്കാമല്ലോ. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ചേർത്തത്. നമുക്കിത് കയ്യിൽ ഒട്ടാതാകുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
എന്താ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അളവ് പറഞ്ഞില്ല, ആ അളവ് നമുക്ക് ചിലപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയെന്ന് വരികയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കോൺഫ്ലോർ എടുക്കുന്നെങ്കിൽ കോൺഫ്ലോർ അല്പം കൂടെ ആഡ് ചെയ്ത് ഈ ഒരു പരുവാകുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാത്ത രീതിയിൽ ആക്കിയെടുക്കണം. ഇപ്പം കോൺഫ്ലോർ എല്ലാം അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി എടുത്ത് വെച്ചിട്ട് ആവശ്യാനുസരണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിക്കാത്ത രീതി ആകുന്നിടം വരെ നമ്മളിതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് കോൺഫ്ലോറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തിട്ട് നിങ്ങൾ എടുക്കുന്ന പൊട്ടറ്റോയുടെ എണ്ണം അനുസരിച്ചും നമ്മുടെ കയ്യിൽ ഇത് പറ്റാത്ത പരുവാകുന്നിടം വരെ നമുക്ക് ഇതിനകത്ത് അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി, കോൺഫ്ലോർ ആണെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വേണ്ട നമ്മുടെ കയ്യിൽ പറ്റത്തില്ല, വേണ്ട നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പരുവാകുന്നിടം വരെ നിങ്ങൾ എന്താണ് ഇതിനകത്ത് ചേർക്കുന്നത് അത് ചേർത്ത് ഈ ഒരു പരുവാകുന്നിടം വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കുന്ന പലക ഉണ്ടല്ലോ അതിൻ്റെ മേളിൽ വെച്ചൊന്ന് പരത്തിയെടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിൾ ടോപ്പിലോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരു കറക്റ്റ് ഒരു തിക്നെസ് വേണം, ഒരു കട്ടി ഞാൻ കാണിക്കാം. അതാകുന്നിടം വരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അടിയിൽ ഒട്ടിപ്പിടിച്ച് പോകില്ല. അടി ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പൊടി അല്പം വിതറിയാൽ മതി. നമ്മൾ അരിപ്പൊടിയോ കോൺഫ്ലോർ എന്തെങ്കിലും ഒന്ന് വിതറിയിട്ട് വെച്ചാൽ ഇത് കണ്ട് ഇതുവരെ ഇത് അടി ഒട്ടിപ്പിടിച്ചിട്ടില്ല. വേണ്ട, ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്കൊന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്തെങ്കിലും അടപ്പോ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഷേപ്പ് കിട്ടണല്ലോ, റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്മൈലിയുടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം ഒന്ന് വിട്ടെടുക്കാം. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്മൈലിക്ക് ഇനി 2 ഐസല്ല വേണ്ട, നമുക്കിനി ഐസ് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി ഒരു സ്ട്രോയ് അതിട്ട് നമുക്കൊരു 2 ഐസ് വെച്ച് കൊടുക്കാം. ഇതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് കയറി ഇഷ്ടമല്ല, നല്ല രസമല്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. ഇതാ നമ്മുടെ സ്മൈലിയുടെ ഐസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ സ്കൂപ്പറോ എന്തെങ്കിലും എടുത്ത് നമുക്ക് സ്മൈലിയുടെ ചുണ്ടിട്ട് കൊടുക്കാം. ഇതാ ഇതുപോലെ. ഏത് ഷേപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിതാ സ്പൂണ് വെച്ച് കിട്ടു, നമ്മുടെ സ്കൂപ്പർ വെച്ച് കിട്ടു. അപ്പോൾ ഏതാണ് നല്ല കറക്റ്റായിട്ട് വന്നതുണ്ടല്ലോ. സ്കൂപ്പർ വെച്ചിട്ട് ഇച്ചിരി സ്റ്റൈലായിട്ട് വന്നത്. സ്പൂൺ വെച്ചാൽ നല്ലതായിട്ട് തന്നെ വരും. എനിക്ക് ഇച്ചിരി നല്ലതായിട്ട് തോന്നിയ ഇതാണ്. എന്തായാലും നമ്മളെല്ലാം ഇപ്പം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ഫ്രൈ പാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എണ്ണ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. അതുകൊണ്ട് ഞാൻ ചെറിയ ഫ്രൈ പാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ സ്മൈലി പൊട്ടറ്റോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സ്മൈലി മാത്രമല്ല, ദേഷ്യപ്പെട്ടിരിക്കുന്നതുമുണ്ട്. അതെ, ദേഷ്യപ്പെട്ടിരിക്കുന്നതുമുണ്ട്. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ സോസാണ് എടുത്തിരിക്കുന്നത്. സോസ് അല്ലെങ്കിൽ ഞാൻ മയനീസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മയനീസ് കൂട്ടി കഴിക്കുന്ന ഇഷ്ടമെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. പിന്നെ ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ എല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്മൈലി കാണുമ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ?
ശരിയാ, അത് ഓയെങ്കിൽ ഉണ്ണിച്ചേട്ടൻ്റെ കടമെടുത്ത വാക്ക്. ശരി, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.